ബഹുമാനപ്പെട്ട ശ്രീ എൽദോസ് പി കുന്നപ്പള്ളിൽ, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി. കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനും അധ്യാപകർക്കും മഹാഭൂരിപക്ഷം വരുന്ന മാതാപിതാക്കന്മാർക്കും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ സബ്മിഷനിലൂടെ കൊണ്ടുവരുന്നത്. കേരള എഡ്യൂക്കേഷൻ റൂൾ അനുസരിച്ച് ഹൈസ്കൂളിലും കോളേജിലും നിലവിലുള്ള രീതിയിൽ ശനിയാഴ്ച അവധി പുനഃസ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സബ്മിഷൻ. സാർ, കുട്ടികളെയും അധ്യാപകരെയും വിശ്രമമില്ലാതെ പണിയെടുപ്പിക്കും വിധം അധ്യയന ദിവസങ്ങൾ 220 വർദ്ധിപ്പിച്ച് ബാല്യ കൗമാര്യങ്ങളെ യാന്ത്രികവും സംഘർഷഭരിതവുമായൊരു ലോകത്തിലേക്ക് നാം വീണ്ടും വിചാരമില്ലാതെ തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഭൂരിപക്ഷം മാതാപിതാക്കന്മാരുടെയും അഭിപ്രായങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ 10 വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഈ അധ്യയന വർഷം 220 ദിവസങ്ങളാക്കിയിട്ടുള്ളത്. അധ്യയന ദിവസങ്ങൾ കുറയ്ക്കുന്നതിന് വിദ്യാഭ്യാസ നിലവാരത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഒരു സ്കൂൾ മാനേജ്മെന്റ് അധ്യാപക രക്ഷകർത്താ സംഘടനയും ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് പുതിയ അക്കാദമിക് കലണ്ടർ സർക്കാർ പുറത്തിറക്കിയത്. ഇതനുസരിച്ച് ഇനി 25 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസങ്ങളായി. മുൻപ് 195 പ്രവൃത്തി ദിവസങ്ങളാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം 204 ഉയർത്തി. ഇത്തവണ അത് 210 മാറി. സാർ, കമ്പ്യൂട്ടറിന്റെ മെമ്മറി കാർഡിന് തുല്യമല്ല വിദ്യാർത്ഥികളുടെ മസ്തിഷ്കം. ഒരു യന്ത്രം പോലെ വിദ്യാർത്ഥിയെ പരിവർത്തിക്കുന്നതൊക്കെ വിദ്യാഭ്യാസത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ടതാണ്. ആസ്വദിച്ച് നിർവഹിക്കപ്പെടേണ്ടതാണ് സാർ പഠനം. അത് സ്കൂൾ അന്തരീക്ഷത്തിൽ നിന്ന് മാത്രമല്ല, അവൻ ഇടപെടുന്ന ഗാർഹിക പാരിസ്ഥിതിക അന്തരീക്ഷത്തിൽ നിന്നുകൂടിയാണ് അവൻ ആ അറിവ് ആർജിക്കേണ്ടത്. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തി സമയത്ത് തീരുന്നതല്ല അവരുടെ ജോലി എന്ന് ആദ്യം തിരിച്ചറിയണം. ഒരു നിമിഷം വിശ്രമിക്കാൻ സമയം കൊടുക്കാതെ ഗ്രഹപാഠവും ട്യൂഷനും ഒക്കെയായി കുട്ടികളും വിശ്രമമില്ലാതെ പണിയെടുക്കുകയാണ്. സാർ, ആഴ്ചയിൽ 2 ദിവസം വിദ്യാർത്ഥികൾക്ക് അവധി കൊടുക്കുന്നത് കേരളത്തിൽ മാത്രമുള്ള കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാർ. കാലാകാലങ്ങളായി തുടർന്നു വരുന്ന ഒരു കാര്യമാണ് ഇത്. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് ഈ അവധി അത്യാവശ്യമാണ് സാർ. നമ്മളൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ വെള്ളിയാഴ്ച കഴിഞ്ഞ് വരുന്നത് സന്തോഷപൂർവ്വമാണ്. ശനിയും ഞായറും നമുക്ക് കളിക്കാം. അതോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കുട്ടികളെ സമൂഹത്തിൽ നിന്ന് പഠിക്കാനും ട്യൂഷന് പോകാനും കലാകായിക കാര്യങ്ങൾ പഠിക്കാനും ഒക്കെയുള്ള സമയം അത്യാവശ്യമാണ് സാർ. അതുകൊണ്ട് തീർച്ചയായും സംസ്ഥാന ഗവൺമെന്റ് ഈ കോടതി വിധി മറികടന്ന് എങ്ങനെ ശനിയാഴ്ച ദിവസങ്ങളിൽ കൂടുതലായി അവധി നൽകാമെന്നതിനെ പറ്റി വേണ്ട കാര്യങ്ങൾ ഉണ്ടാകണമെന്നുള്ളതാണ് ഈ സബ്മിഷനോട് ആവശ്യപ്പെടുന്നത്. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി. സർ, കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിലെ അധ്യായം 7 ചട്ടം 3 പ്രകാരം ഓരോ സ്കൂൾ വർഷത്തിലും സാധാരണഗതിയിൽ ചുരുങ്ങിയത് പരീക്ഷാ ദിവസങ്ങൾ കൂടാതെ 220 സാധ്യ ദിവസങ്ങൾ ഉണ്ടായിരിക്കണമെന്നും പ്രത്യേക സാഹചര്യങ്ങളിൽ ആവശ്യമെങ്കിൽ ഒരു അധ്യയന വർഷം 20 ദിവസം വരെ സാധ്യമായ ദിവസങ്ങൾ എഡ്യൂക്കേഷൻ ഓഫീസർക്കും അതിൽ കൂടുതലുള്ളത് ഡയറക്ടർക്ക് ഇളവ് ചെയ്യാവുന്നതാണെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. 2023-24 അധ്യയന വർഷത്തിലെ വിദ്യാഭ്യാസ കലണ്ടറിൽ 220 പ്രവൃത്തി ദിനങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഫയൽ ചെയ്ത WPC 25-12-0/2023 കേസിലെ 2024 ഫെബ്രുവരി മാസം 24 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായം പാലിച്ചുകൊണ്ട് പുറപ്പെടുവിച്ച 2024 ഏപ്രിൽ മാസം 25 ഉത്തരവിൽ വരും വർഷങ്ങളിൽ കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിലെ അധ്യായം 7 ചട്ടം 3 പ്രകാരമുള്ള പ്രവൃത്തി ദിനങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളാമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇതിനിടയിൽ ഹർജിക്കാരൻ ഫയൽ ചെയ്ത കോടതിയലക്ഷ്യ കേസിലെ 2024 മെയ് 23 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പാലിച്ചുകൊണ്ട് 220 പ്രവൃത്തി ദിനങ്ങൾ ഉൾപ്പെടുത്തി അക്കാദമിക് കലണ്ടർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. 2024-25 അധ്യയന വർഷത്തിൽ അക്കാദമിക് കലണ്ടർ പ്രകാരം 25 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സർ, ഇതിൽ ക്ലസ്റ്റർ പരിശീലനത്തിനായി നീക്കിവച്ചിട്ടുള്ള 6 ശനിയാഴ്ചകളും പരീക്ഷകൾക്കിടയിൽ വരുന്ന 3 ശനിയാഴ്ചകളും ആഴ്ചയിൽ 6 പ്രവൃത്തി ദിവസം വരാത്ത രീതിയിൽ ഉള്ള 9 ശനിയാഴ്ചകളും 6 പ്രവൃത്തി ദിനം വരുന്ന 7 ശനിയാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2023-24 വിദ്യാഭ്യാസ കലണ്ടറിൽ 13 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആഴ്ചയിൽ 6-ാം പ്രവൃത്തി ദിനം വരുന്ന 7 ശനിയാഴ്ചകൾ ഉൾപ്പെടുത്തിയത് 220 പ്രവൃത്തി ദിനങ്ങൾ തികയ്ക്കാനാണ്. 6-ാം പ്രവൃത്തി ദിനം വരുന്ന ശനിയാഴ്ചകൾ പൊതുവിദ്യാലയങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ KER പ്രകാരം നിയമ തടസ്സമില്ല. 220 പ്രവൃത്തി ദിനങ്ങളുള്ള വിദ്യാഭ്യാസ കലണ്ടറിൽ
ആഴ്ചയിൽ 6 പ്രവൃത്തി ദിനം വരുന്ന തരത്തിലുള്ള 7 ശനിയാഴ്ചകൾ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 220 പ്രവൃത്തി ദിനങ്ങളിൽ 1ാം പാദ വാർഷിക പരീക്ഷയ്ക്കായി 8 പ്രവൃത്തി ദിനങ്ങളും 2ാം പാദ വാർഷിക പരീക്ഷയ്ക്കായി 6 പ്രവൃത്തി ദിനങ്ങളും വാർഷിക പരീക്ഷയ്ക്കായി 22 പ്രവൃത്തി ദിനങ്ങളും നീക്കിവച്ചിട്ടുണ്ട്. സാർ, ഓണം, ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി 2 ദിവസം അടക്കം 38 ദിനങ്ങൾ 220 പ്രവൃത്തി ദിനങ്ങളിൽ നിന്ന് മാറ്റിവെക്കേണ്ടതായി വരും. കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ശനിയാഴ്ചകളിലെ 6 ക്ലസ്റ്റർ യോഗങ്ങൾക്ക് അവധി നൽകേണ്ടി വരുന്നത് മൂലം ആകെ 44 പ്രവൃത്തി ദിനങ്ങൾ ബോധന ദിനങ്ങൾ അല്ലാതായി മാറും. മഴക്കെടുതികൾ, മറ്റേതെങ്കിലും വിധത്തിലുണ്ടാകുന്ന പ്രാദേശിക അവധികൾ എന്നിവ കണക്കിലെടുത്ത് ശരാശരി 6 ദിവസം കൂടി പ്രവൃത്തി ദിനങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട്. തന്മൂലം ലഭിക്കുന്ന പ്രവൃത്തി ദിനങ്ങൾ 170 മാത്രമാണ് സാർ. 2024-25 വർഷത്തെ അക്കാദമിക് കലണ്ടറിൽ 220 പ്രവൃത്തി ദിനങ്ങൾ ഉൾപ്പെടുത്തിയതിനെതിരെ അധ്യാപക സംഘടനകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. അതിന്മേലുള്ള കോടതി നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് മാത്രമേ ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുവാൻ സാധിക്കുകയുള്ളൂ. സാർ, മറ്റൊരു കാര്യം കൂടി ബഹുമാനപ്പെട്ട അംഗത്തിന് അറിയാവുന്നതുപോലെ യുവജനോത്സവം നമുക്ക് നടത്തണം. അത് സ്കൂൾ തലം മുതൽ തുടങ്ങേണ്ടതാണ്. സ്കൂൾ ഒളിമ്പിക്സ് നടത്തണം, അതും സ്കൂൾ തലം മുതൽ തുടങ്ങേണ്ടതാണ്. ശാസ്ത്രമേള നടത്തണം, TTC ടീച്ചേഴ്സിന്റെ ഉത്സവം നടത്തണം, സംസ്കൃത ഉത്സവം നടത്തണം, അറബി ഉത്സവം നടത്തണം, ദിശ ഉത്സവം നടത്തണം. അങ്ങനെ കുറേ ഫെസ്റ്റിവൽസ് നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ഈ ദിവസങ്ങളിലാണ് നടത്തേണ്ടത്. ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം നടത്താതിരിക്കാനും വേണ്ടി കഴിയില്ല സാർ. ഇതെല്ലാം കൂടെ നടത്തി കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി എത്ര ദിവസം കിട്ടും സാർ? അപ്പോൾ കുട്ടികൾക്ക് എന്താ അങ്ങ് മറുപടി മറുപടി പറയട്ടെ. സാറേ, അതുകൊണ്ട് നമ്മൾ ചട്ടപ്രകാരമാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. നമുക്ക് കുട്ടികളുടെ അക്കാഡമിക് ആയിട്ടുള്ള നിലവാരം മെച്ചപ്പെടുത്താൻ കുട്ടികൾക്ക് ക്ലാസ് നടത്തണ്ടേ? മാനസിക സന്തോഷമാണ്. കുട്ടികൾക്കെല്ലാം വലിയ സന്തോഷത്തിലാണ് സാർ. അവർക്കെല്ലാം പിന്നെ സ്കൂളിലും ക്ലാസ്സിലും വരുന്നതൊക്കെ വലിയ സന്തോഷത്തിലാണ്. അപ്പോൾ 220 സാർ 230 ദിവസമാണ് 230 ദിവസമാണ് കർണാടക സംസ്ഥാനത്തുള്ളത്. 230 ദിവസമാണ്. ഞാൻ 220 ദിവസം എന്ന് പറഞ്ഞില്ല. അങ്ങ് പറഞ്ഞ കോടതി വിധി മറികടന്നുകൊണ്ട് കോടതി വിധി മറികടക്കണമെങ്കിൽ നിയമനിർമ്മാണം നടത്തേണ്ടി വരും സാർ. അതല്ലാതെ ഇപ്പം വിദ്യാഭ്യാസ വകുപ്പിന് മാത്രമേ ചെയ്യുന്നതിന് വേണ്ടി കഴിയില്ല. എന്തായാലും 220 ദിവസം അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. കോടതി വിധി വന്നതിന് ശേഷം അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കാം. കുട്ടികളുടെ അക്കാഡമിക് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഇവിടെ ഒരു 8ഓളം വരുന്ന ഫെസ്റ്റിവലിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഇത്രയും ഫെസ്റ്റിവൽ ഇല്ല, കേരളത്തിൽ മാത്രമാണുള്ളത്. അതെല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് സാർ ഈ കാര്യം തീരുമാനിച്ചിട്ടുള്ളത്.